സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കെഎസ്ആർടിസിയിലും സർക്കാർ കൈയിട്ട് വാരി 54 ലക്ഷം രൂപയോളമാണ് സർക്കാർ മാർച്ച് മാസത്തിൽ പിൻവലിച്ചത്. കെഎസ്ആർടിസി എംഡി ആവർത്തിച്ച് കത്ത് നൽകിയതോടെ കഴിഞ്ഞ ദിവസം ധനവകുപ്പ് പണം തിരികെ അനുവദിച്ചു. ജനം ബ്രേക്കിംഗ്. രാജീവ് ചേരുന്നു. രാജീവ്, വിശദാംശങ്ങൾ. അനിൽനമ്പ്യാർ, കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ചരിത്രത്തിലാദ്യമായി മുടങ്ങുന്ന സാഹചര്യമുണ്ടായത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. എന്ന് ശമ്പളം നൽകാനാകും എന്ന കാര്യത്തിൽ സർക്കാരിന് ഒരു വ്യക്തതയുമില്ലാതെ മുന്നോട്ട് പോകുന്നതിനിടെയാണ് വിവിധ വകുപ്പുകളിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഈ ജീവനക്കാരുടെ ശമ്പളം നൽകാൻ ധനവകുപ്പ് തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളിൽ നിന്ന് പണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ തെളിവുകൾ അനുസരിച്ച് കെഎസ്ആർടിസിയിൽ നിന്ന് വരെ പണം ഏറ്റെടുത്തുകൊണ്ടാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകിയത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ കെഎസ്ആർടിസി ജീവനക്കാർ വലിയ ദുരിതത്തിലാണ്. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായി ഇവർക്ക് ശമ്പളം നൽകുന്നില്ല. 2 ഘട്ടമായിട്ടാണ് കെഎസ്ആർടിസിയിൽ നിലവിൽ ശമ്പളം നൽകുന്നത്. ആദ്യം സർക്കാർ വ്യക്തമാക്കിയത് 5-ാം തീയതിക്കകത്ത് ആദ്യ ശമ്പളവും പിന്നീട് 15 മുൻപായി 2ാം ഗഡു ശമ്പളവും നൽകുമെന്നായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ ഇത് നൽകുന്നില്ല. കഴിഞ്ഞ ദിവസം മാത്രമാണ് ആദ്യ ഗഡു ശമ്പളം നൽകുന്നതിന് കെഎസ്ആർടിസിയിൽ സർക്കാർ പണം അനുവദിച്ചിരിക്കുന്നത്. ഇനി ധനവകുപ്പ് കൈമാറി വരുമ്പോഴേക്കും 18-19 തീയതികളിലെങ്കിലും ആകും എന്നാണ് കെഎസ്ആർടിസി ജീവനക്കാർ തന്നെ പറയുന്നത്. ഇതിനൊപ്പം തന്നെ 2ാം ഗഡു ശമ്പളം എന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നു. ഇത് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കെഎസ്ആർടിസിയിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ പരിശോധിക്കുമ്പോൾ ഇത്രയും ദുരിതത്തിലായ ആളുകളുടെ പണം എടുത്തുകൊണ്ടാണ് സർക്കാർ മാർച്ച് മാസത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഒക്കെ നൽകിയിരിക്കുന്നത്. അതായത് ആ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് പോലും അല്ലെങ്കിൽ ശമ്പളവും പെൻഷനും നൽകുന്നതിന് പോലും ധനവകുപ്പ് പ്രതിസന്ധി നേരിട്ടപ്പോൾ കെഎസ്ആർടിസിയിൽ നിന്ന് പോലും പണം ഏറ്റെടുത്തിരിക്കുന്നു. 54 ലക്ഷം രൂപയ്ക്കടുത്താണ് കെഎസ്ആർടിസിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്തത്. ഇതിനുശേഷം കെഎസ്ആർടിസി എംഡി ഈ പണം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. അതായത് ഏപ്രിൽ മാസത്തിൽ തന്നെ സർക്കാരിന് കെഎസ്ആർടിസി മാനേജ്മെന്റ് കത്ത് നൽകിയിരുന്നെങ്കിലും യാതൊരു അനുകൂലമായ നിലപാടും സ്വീകരിച്ചിരുന്നില്ല. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെയാണ് കഴിഞ്ഞ ദിവസം ധനവകുപ്പ് തിരികെ പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അനിൽനമ്പ്യാർ. യെസ്, പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരുന്ന സമീപനം. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കെഎസ്ആർടിസിയിൽ നിന്നും സർക്കാർ കൈയിട്ട് വാരിയിരിക്കുന്നു. 54 ലക്ഷം രൂപയോളമാണ് സർക്കാർ മാർച്ച് മാസത്തിൽ പിൻവലിച്ചത്. കെഎസ്ആർടിസി എംഡി ആവർത്തിച്ച് കത്ത് നൽകിയതോടെ കഴിഞ്ഞ ദിവസം ധനവകുപ്പ് പണം തിരികെ അനുവദിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് ആണ് ഈ ബ്രേക്കിംഗ് ന്യൂസ് നൽകിയത്.